വിശാഖനാണ് ആദ്യം ഉണർന്നത്. അവൻ നോക്കിയപ്പോൾ ലക്ഷ്മി സുഖമായി ഉറങ്ങുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു പാവമാണ്. ഉണർന്നു കഴിഞ്ഞാലോ രാക്ഷസി. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും ലക്ഷ്മി എഴുന്നേറ്റിട്ടില്ല. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് നേരെ വിജിയുടെ വീട്ടിൽ പോകണം. അവിടെ നിന്ന് അധികം വൈകാതെ ദീപയുടെ വീട്ടിലേക്കും. ഇന്ന് തന്നെ തിരിച്ചു പോരുകയും ചെയ്യണം. നാളെയാണ് തനിക്ക് ഇൻ്റർവ്യൂ. അവൻ കണക്കുകൂട്ടലുകളൊക്കെ നടത്തി. ഇവളിങ്ങനെ ഉറക്കം തന്നെയാണെങ്കിൽ എല്ലാം പൊളിയും. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് തലയിലോട്ട് കമിഴ്ത്താനുള്ള മനസ്സുണ്ടവന്. എടോ ലക്ഷ്മി, എടോ എഴുന്നേക്ക്. എന്താ എൻ്റെ വൈശാഖേട്ടാ, ഉറക്കം പോയില്ല. അവൾ ചിണുങ്ങി. അതെ, തൻ്റെ മുത്തശ്ശി താഴെ വന്നിട്ടുണ്ട്. തൻ്റെ അമ്മ കിടന്ന് വിളിക്കുന്ന കേട്ടില്ലേ? മുത്തശ്ശിയോ? അവൾ ചാടി എഴുന്നേറ്റ് താഴേക്ക് പോയി. മുത്തശ്ശി, അവൾ വിളിക്കുന്നത് അവൻ റൂമിലിരുന്ന് കേട്ടു. അമ്മേ, മുത്തശ്ശി എവിടെ? എന്താ രാവിലെ മുത്തശ്ശി വന്നത്? മുത്തശ്ശിയോ? നീ എന്തേ വല്ല സ്വപ്നവും കണ്ടോ കുട്ടിയെ? അല്ലമ്മേ, ഞാൻ വെറുതെ. അവൾ വേഗം തന്നെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. വൈശാഖൻ ഫോണിൽ നോക്കി ഇരിക്കുകയാണ്. ഫോൺ മേടിച്ചൊരേറ് കൊടുക്കാൻ തോന്നി അവൾക്ക്. അവിടെ വന്നതിൽ പിന്നെ എനിക്കൊന്ന് നേരം വണ്ണം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കിടക്കുമ്പോൾ 12 മണിയാവും. കാലത്തെ എഴുന്നേക്കുകയും വേണം. പറച്ചിൽ കേട്ടാ തോന്നും അവൾ ഭർത്താവിനെ സുഖിപ്പിച്ച് കൊല്ലുവന്ന്. വൈശാഖൻ ഓർത്തു. അല്ല, ഭവതി എൻ്റെ വീട്ടിൽ വന്നിട്ട് എത്ര ദിവസമായി? അപ്പോഴേക്കും മടുത്തോ? ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് കോർക്കാൻ വരുന്നത്? നമ്മൾ ആരോടൊന്നും പറഞ്ഞില്ലേ. ലക്ഷ്മി വാഷ്റൂമിലേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞതും അവൾ ഫ്രഷായി ഇറങ്ങി വന്നു. അപ്പോഴേക്കും അശോകൻ വന്ന് അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. പാലപ്പവും മട്ടൻ സ്റ്റൂവുമായിരുന്നു. വൈശാഖിൻ്റെ അമ്മയുടെ കൈപ്പുണ്യൊന്നും നമ്മൾക്ക് കിട്ടില്ല കേട്ടോ. ശ്യാമള മട്ടൻ സ്റ്റൂ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. അയ്യോ, അങ്ങനൊന്നും ഇല്ലമ്മേ. അമ്മ ഉണ്ടാക്കിയതും എല്ലാം നന്നായിട്ടുണ്ട്. വൈശാഖേട്ടൻ്റെ അമ്മയുടെ കറികളൊക്കെ സൂപ്പറാണ്. മോനെ വൈശാഖ, ഇന്ന് നിങ്ങൾ ദീപമോളുടെ വീട്ടിൽ സ്റ്റേ ചെയ്യണം കേട്ടോ. ഓക്കെ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടവൻ കഴിച്ചിട്ട് എഴുന്നേറ്റു. മോനെ, ഒരപ്പം കൂടി കഴിക്കുക. 2 എണ്ണം കഴിച്ചാൽ എന്താവാനാ? അശോകൻ നിർബന്ധിച്ചെങ്കിലും അവൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. വൈശാഖൻ ഒരുപാട് സംസാരിക്കുന്ന ആളല്ല. പ്ലേറ്റുകളെല്ലാം എടുത്ത് കഴുകുകയാണ് ലക്ഷ്മിയും അമ്മയും കൂടി. അതേ അമ്മേ, ഒരുപാട് മിണ്ടില്ല. വീണയോടും ഉണ്ണിമോളോടും ഒക്കെ വാ തോരാതെ സംസാരിക്കുന്ന ആളാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ വായി നാക്കില്ല. ലക്ഷ്മിക്ക് ദേഷ്യം വന്നെങ്കിലും അവൾ അതൊന്നും പുറമേ കാണിച്ചുമില്ല. മോളെ, അവിടുത്തെ അമ്മയൊന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഒരു കുഴപ്പമില്ല. അമ്മേനി എന്നൊരു അങ്ങോട്ട് അടുക്കള കാണൽ എന്നൊരു ചടങ്ങുണ്ട്. അതിനി എന്നാണെന്ന് അച്ഛൻ തീരുമാനിച്ചറിയിക്കും. ലക്ഷ്മി, വൈശാഖൻ ഉറക്ക വിളിച്ചു. അവൾ ചെന്നപ്പോൾ അവൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ്. ഇങ്ങനെ നിന്നാൽ മതിയോ? പോവണ്ടേ? ടൈം എത്രയായെന്ന് കണ്ടോ? 9 മണിയായതല്ലേ ഉള്ളൂ, കുറച്ച് കഴിയട്ടെ. അതേ, എൻ്റെ പെങ്ങള് കാരണമാണ് ഈ വിവാഹം തന്നെ നടന്നത്. അവളുടെ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം ദീപേച്ചിയുടെ വീട്ടിൽ പോകാൻ. സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോകാൻ എന്തൊരു ഉത്സാഹമാണ്. ലക്ഷ്മി ഒന്നും മിണ്ടാതെ താഴേക്കിറങ്ങാൻ ഭാവിച്ചതും അവൻ വേഗം ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? വേഗം ഡ്രസ്സ് മാറിക്കോ, അതോ ഞാൻ സഹായിക്കണോ? ഇവിടെ നിന്നും ഇപ്പോഴും ഇറങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആ സമയമാകുമ്പോൾ ഞാൻ ഇറങ്ങും. അതും പറഞ്ഞുകൊണ്ടവൾ ചാടിത്തുള്ളി ഇറങ്ങിപ്പോയി. കൂടുതലൊന്നും വേണ്ട, ഒറ്റയൊരെണ്ണം കൊടുത്താൽ മതി, എല്ലാം ശരിയാകും. തനിക്കറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഒന്ന് എത്തി നോക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വൈശാഖൻ ഓർത്തു. എന്തായാലും ഇതിനുള്ള പണി നിനക്കിട്ടുണ്ടടിയെന്ന് അവൻ പിറുപിറുത്തു. അവൾ ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞതും വൈശാഖൻ താഴേക്ക് ചെന്നു. ആഹാ, മോൻ റെഡിയായോ? മോളെ ലക്ഷ്മി, അശോക് നീട്ടി വിളിച്ചു. വൈശാഖൻ റെഡിയായി ഇറങ്ങി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ലക്ഷ്മി, നീ വരുന്നില്ലേ? രാജീവേട്ടനൊക്കെ നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞതല്ലേ. ഇനി വിജയുടെ വീട്ടിൽ കൂടി കയറണം. മോളെ, നീ പോയി ഒരുങ്ങി വാ. വൈശാഖൻ പറഞ്ഞ പോലെ അവിടെയൊക്കെ പോകേണ്ടതല്ലേ. ഒടുവിൽ ലക്ഷ്മി പോയി റെഡിയായി വന്നു. അവൾക്ക് കോളേജിൽ പോയി തുടങ്ങേണ്ടതുകൊണ്ട് അവളുടെ ഡ്രസ്സും പുസ്തകങ്ങളുമൊക്കെ അവൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവരവിടെ നിന്നിറങ്ങി. ടൗണിൽ നിന്നും വൈശാഖൻ കുറച്ച് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഇത്രയായിട്ട് പോയാൽ നാണക്കേടാവില്ലേ? ലക്ഷ്മി അവനെ നോക്കി.
സ്ഥിര വരുമാനമില്ലാത്ത ഒരു പാവം ചെറുപ്പക്കാരന് ഇതൊക്കെ ധാരാളമാണ്. ഈ പാവങ്ങളെ വെറുതെ വിട്ടേക്ക്. എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ഈ എച്ചിത്തരം കാണിക്കല്ലേ, പറഞ്ഞേക്കാം. ഞാൻ ആരോടും എച്ചിത്തരം കാണിക്കില്ല. പിന്നെ എൻ്റെ പോക്കറ്റെങ്ങാനും കാണിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. കുറച്ചു ദൂരം മുൻപോട്ട് പോയ ശേഷം അവൾ കാർ ഒതുക്കി നിർത്തി. ഒരു ബേക്കറി ലക്ഷ്യമാക്കിയാണ് അവൾ പോകുന്നത്. ഇവൾക്കിത് എന്തിൻ്റെ കേടാണ്? ഇനി എന്നാ മേടിക്കാനാണാവോ? അവൻ തലയിൽ കൈവച്ചു. ആ, മേടിച്ചോണ്ട് വരട്ടെ, എന്നിട്ട് അതവളുടെ ചേട്ടത്തിക്ക് കൊടുക്കാം. അവൻ കണക്ക് കൂട്ടി. എടോ, ഞാൻ ആവശ്യത്തിനെല്ലാം മേടിച്ചിട്ടുണ്ട്, ഇതെന്തിനാ? അവൻ അവളുടെ കയ്യിലിരുന്ന പലഹാരപ്പൊതിയിലേക്ക് നോക്കി. ഇതെൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാൻ. ഈ ബേക്കറി എൻ്റെ ഫ്രണ്ടിൻ്റെയാ. ഇതിലെ പോയപ്പോൾ വെറുതെ കയറിയെന്നേ ഉള്ളൂ. അവൾ പറഞ്ഞപ്പോൾ വൈശാഖിൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. നാളെ ഇൻ്റർവ്യൂവിന് പോകാൻ അച്ഛൻ്റെ കയ്യിൽ കൈനീട്ടാതെ രക്ഷപ്പെടാം. വിജയുടെ വീടിൻ്റെ മുറ്റത്ത് കാർ നിന്നതും വിജി അമ്മയും കൂടി ഓടി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. വിജി വന്നിട്ട് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായോ? ഓ ചേച്ചി, അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അവൾ വൈശാഖിനും അവളും മേടിച്ച കവറുകളായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അത് കണ്ടതും വൈശാഖൻ അന്താളിച്ചു. പതിയെ അവൻ തൻ്റെ പോക്കറ്റിലേക്ക് നോക്കി. കക്കത്തോരനും താറാവും അപ്പാസും പള്ളത്തി വറുത്തതും മോര് കാച്ചിയതും കാബേജ് തോരനും അവിയലും. അങ്ങനെ പോകുന്നു വിജയുടെ വീട്ടിലെ വിരുന്നൊരുക്കൽ. എൻ്റെ അളിയ, വയറ് പൊട്ടാറായി. ഈ വിരുന്ന് കഴിയുമ്പോൾ നമ്മളെ കണ്ടാൽ തിരിച്ചറിയാൻ മേലാതെ വരുവാവും. ഇപ്പോഴത്തെ ഇതൊക്കെ ഉള്ളു മോനെ, ഇത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഗോപൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുമിത്രയും മക്കളും കൂടി മുളകും മല്ലിയുമൊക്കെ വെയിലത്തിട്ട് ചിക്കിയിടുവാണ്. ഓണമല്ലേ വരുന്നത്, അതിനു മുമ്പ് പൊടിപ്പിച്ചു വയ്ക്കാൻ. ഓണം സെലിബ്രേഷനാണ് വേണിയുടെ കോളേജിൽ, അടുത്തതിൻ്റെ പിന്നത്തെ ആഴ്ച. എല്ലാവരും സെറ്റ് സാരിയാണ് ഉടുക്കാൻ തീരുമാനിച്ചത്. അമ്മേ, ഞാൻ ഏട്ടത്തിയുടെ സെറ്റ് സാരി ഒന്ന് മേടിച്ചു കൊടുത്തോട്ടെ, അതാവുമ്പോൾ സൂപ്പറായിരുന്നു. വേണ്ട വേണ്ട, നീ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട, ഉള്ളതുടുത്തിട്ട് ഇറങ്ങിയാൽ മതി. എൻ്റെ അമ്മ ഒറ്റ ദിവസത്തെ കാര്യമില്ലേ ഉള്ളൂ, ഞാനിതൊന്നും ഉടുക്കുന്നതല്ലേ. മോളെ, ഉള്ള സ്നേഹം നീ കളയണ്ട. അവൾക്കത് ഇഷ്ടമാകണമെന്നില്ല. ചിലർക്ക് അവരുടെ ഡ്രസ്സ് വേറെ ആരും ഇടുന്ന ഇഷ്ടമല്ല. തന്നെയുമല്ല, ആ കുട്ടിക്കും ചിലപ്പോൾ കോളേജിൽ ഉടുത്തേണ്ടി പോണേലോ. ശരിയാണ് ചേച്ചി അമ്മ പറഞ്ഞത്. ഉണ്ണിമോൾ കൂടി പറഞ്ഞപ്പോൾ വീണ പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. നിനക്ക് വേണച്ചാൽ ഒരെണ്ണം മേടിച്ചോ, കാശ് ഞാൻ തരാം. അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തിരിഞ്ഞു. അയ്യോ, അച്ഛനെല്ലാം കേട്ടോ ആവോ? വേണ്ടച്ചാ, ഒരു ദിവസത്തേക്ക് പുതിയതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അമ്മയുടെ ഒരു സാരി ഉടുത്തോളാം. ആ, ഇനി പുതിയത് മേടിക്കാത്ത കുഴപ്പമുള്ളൂ, ഈ പൈസ ഇല്ലാത്തപ്പോൾ. കാല് കഴിച്ചു, ഒന്നിരിക്കട്ടെ. സുമിത്ര ചവിട്ടുവടയിൽ പോയിരുന്നു. സുമിത്രേച്ചി, എന്നാ പരിപാടിയാണ്? ഊണൊക്കെ കാലായോ? അടുത്ത കരയിൽ താമസിക്കുന്ന രാധയാണ്. അവർ തലച്ചുമടുമായി മീനുമായിട്ട് വരുന്നു. ഇന്നൊന്നും വേണ്ട രാധേ, ശേഖരേട്ടൻ വല വെച്ചായിരുന്നു, 2 വരാലിനെ കിട്ടി, അത് പറ്റിച്ചു. പുതിയ പെണ്ണെന്തിയേ? ഞാൻ അതിനെ ഒന്ന് കാണാന്നോർത്ത് കയറിയതാ. ആഹാ, അവർ നല്ലപ്പം വിരുന്നുണ്ണാൻ പോയതാ. ഇന്നോ നാളെയോ വരും. ആണോ? വടക്കെതിരെ കല്യാണി പറഞ്ഞു പെണ്ണും മിടുക്കത്തിയാണെന്ന്. പിന്നെ നിങ്ങളുടെ മോനായോണ്ട് പറയുമല്ല, ഇത്രയും നല്ലൊരു ചെറുക്കൻ ഈ കരയിലില്ല കേട്ടോ. ശരി, എന്നാ ഇറങ്ങട്ടെ. രാധ വന്ന വഴിയെ പോയി. ലക്ഷ്മിയുടെ വീടിൻ്റെ അത്രയും തന്നെ വരുമായിരുന്നു രാജീവിൻ്റെ ഒക്കെ വീടും. അവരോട് കിടപിടിക്കാവുന്ന കൂട്ടരാണ് രാജീവനും ഫാമിലിയുമെന്ന് വൈശാഖൻ ഓർത്തു. വൈശാഖിൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു? തന്തപ്പടിയോട് ഒരു തവണ ഞാൻ പറഞ്ഞതാ, ഒരു കർഷക കുടുംബമാണെന്ന്. അയാൾ പിന്നെ അത് തന്നെ ചോദിക്കുന്നു. ഞങ്ങൾക്ക് 10-20 ഏക്കർ നിലവുണ്ട്. അതിൽ 100 മേനി വിളവ് കൊയ്യുന്ന ഒരു കർഷകനാണ് എൻ്റെ അച്ഛൻ. ബെലി ഫേഷ്, അങ്ങനെ വേണം താനും. അച്ഛൻ്റെ പാത പിന്തുടരുന്നതല്ലേ വൈശാഖൻ തനിക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പനും മോനും ഒരേ ലെവലാണ്. വൈശാഖൻ പല്ല് ഞെരിച്ചു. രാജീവ് ഫിറ്റാണെന്ന് ഒറ്റ നോട്ടത്തിലേ അറിയാം. അനിയും കുടിക്കുവോ? അയാൾ ഇടയ്ക്ക് വന്ന് ചോദിച്ചു. നോ താങ്ക്സ്. എല്ലാവരുടെയും മുമ്പിൽ കൂട്ടുകാരൻ്റെ മുത്തശ്ശി മരിച്ചുവെന്ന ഒരു ചെറിയ നാടകം അവതരിപ്പിച്ചിട്ട് വൈശാഖൻ ലക്ഷ്മിയുമായി വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. അതെ, ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലൊന്നും കയറണ്ട. മരിച്ച വീട്ടിൽ പോയാൽ പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. ഞാനും നാളെ പോന്നുള്ളൂ. ഇന്നാകെ ടയേർഡായി. നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നു. ചേച്ചിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്.
അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എപ്പോൾ ചെന്നാലും സംഭാരവുമായിട്ട് കാത്തു നിൽക്കുന്ന ഒരു പാവം മുത്തശ്ശിയാ. ആ മുത്തശ്ശി അവസാനം എന്ന് കാണാൻ വേണ്ടിയല്ലേ? അല്ല, എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എൻ്റെ അച്ഛൻ തന്നെ ആ ഓഫർ നിരസിച്ചത്? അച്ഛന് നല്ല വിഷമമുണ്ട്. ഞാൻ വിചാരിച്ച് നിങ്ങൾ സമ്മതിക്കുമെന്ന്. അച്ഛൻ വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടേ കുടുംബം പോറ്റാൻ എനിക്കത്രയ്ക്ക് ആഗ്രഹമൊന്നുമില്ല. അത്രയുള്ള കാര്യം. അതിനെന്താ നാണക്കേട്? ചുമ്മാ ഇങ്ങനെ തെക്കോടൊക്കെ നടക്കുന്നതിലും ഭേദമല്ലേ? അതിനെക്കുറിച്ചോർത്ത് നീ ബേജാറാവണ്ട. തന്നെയുമല്ല, ഞാൻ തെക്കോടൊക്കെ നടക്കുന്നവനാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീയും നിൻ്റെ വീട്ടുകാരും ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അതെൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണ്. അതെനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. 10 പൈസ വരുമാനം ഇല്ലാതെ അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടാൻ യാതൊരു എളുപ്പവും ഇല്ലാത്ത ആളാണ് നിങ്ങൾ. നാണമില്ലേ വൈശാഖേട്ടന്? ഉള്ളിൽ അത്രയും നേരം അടക്കിപ്പിടിച്ചതെല്ലാം പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. നിനക്ക് പണമാണല്ലേ വലുത്? അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനേക്കാളേറെ ഇതിനൊരു ബന്ധമുണ്ടടി. നിന്നെപ്പോലെ പണത്തിൻ്റെ മേലെ നടക്കുന്നവൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൻ അവളുടെ താലിമാലയിലേക്ക് വിരൽ ചൂണ്ടി. പെട്ടെന്നവൾ ഒരു മറുപടി പറഞ്ഞില്ല. ആ ഒരു വാചകത്തിൻ്റെ മുൻപിൽ അവൾ പതറിപ്പോയി. താൻ വിചാരിച്ചതിനേക്കാൾ കൂടിയ വിഷമാണിവൾ. വൈശാഖൻ 100% ഉറപ്പിച്ചു. ഇവളുടെ അപ്പനെ അനുസരിക്കാഞ്ഞതിലാണ് ഇവൾ ഇത്രയ്ക്ക് വയലൻ്റ് ആയതെന്ന് അവൻ ഓർത്തു. വൈശാഖേട്ടനോട് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയെന്ന് ലക്ഷ്മിക്കും തോന്നി. രാത്രി 9 മണിയോടെയാണ് അവർ മേലെടുത്ത് വീട്ടിലെത്തിയത്. വീണയ്ക്കും ഉണ്ണിമോൾക്കും സുമിത്രയ്ക്കുമൊക്കെ ഭയങ്കര സന്തോഷം. എഴുതി വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സുഖം. നിങ്ങളെ എല്ലാവരെയും അമ്മയും അച്ഛനും ദീപേച്ചിയും ഒക്കെ തിരക്കി. അവരോടൊക്കെ ഒരു ദിവസം ഇറങ്ങാൻ പറയണം കേട്ടോ മോളെ. പറഞ്ഞിട്ടുണ്ടമ്മേ, ഒരു ദിവസം ഇറങ്ങും. എല്ലാവരും മുറിയിലേക്ക് കയറി. നിന്റെ മുഖം എന്താ മോനെ വാടിയിരിക്കുന്നത്? സുമിത്ര അത് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചെറുതായി ഒന്ന് ഞെട്ടി. ഞാനും ശ്രദ്ധിച്ചു. ഏടിനൊരു ഉഷാറില്ല. വീണ അവൻ്റെ വയറിൽ ഒരു ഇടിവെച്ച് കൊടുത്തു. ഓ, ഇന്നലെ വീട് മാറി കിടന്നതുകൊണ്ട് ഉറക്കം വന്നില്ല, അതാമ്മേ. അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ശേഖരൻ അപ്പോഴാണ് കുളി കഴിഞ്ഞു വന്നത്. ആ, മോളെത്തിയോ? അയാളും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വാ മോളെ, അത്താഴം കഴിക്കാം. എന്നിട്ട് പോയി കിടന്നു. നേരം എത്രയായില്ലേ? അയ്യോ വേണ്ട, ഇപ്പം തന്നെ വയറ് നിറഞ്ഞമ്മേ. അത് പറ്റില്ല, ഇത്തിരിയെങ്കിലും കഴിക്കാൻ. ഞാൻ അവനെ കൂടി വിളിച്ചോണ്ട് വരാം. സുമിത്ര പതിയെ അകത്തേക്ക് പോയി. മോനെ വൈശാഖ, അവർ കുളിക്ക് വിളിച്ചു. അവൻ നല്ല ഉറക്കത്തിലാണ്. അവർ അടുക്കളയിൽ വന്ന് പെൺമക്കളോടും പറഞ്ഞു. ലക്ഷ്മി മുറിയിൽ ചെന്നപ്പോൾ വൈശാഖൻ കണ്ണുകളടച്ച് കിടക്കുകയാണ്. ഉറങ്ങുകയല്ല, ഉറക്കം നടിച്ച് കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ദേഹം കഴുകി ഡ്രസ്സ് മാറാൻ അവൾ വന്നപ്പോഴേക്കും അവൻ അങ്ങനെ കിടന്നു. അവൾക്ക് മനസ്സിൽ ആകെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. വൈശാഖേട്ടാ, അവൾ അവൻ്റെ കാലിൽ പതിയെ തൊട്ടു. അവൻ പക്ഷെ അവളോടൊന്നും സംസാരിച്ചതുമില്ല. തുടരും.